ഹലോ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. ഞങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങൾ, നമ്മുടെ പറമ്പൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെക്കേഷനൊക്കെ വരുമ്പോൾ ഈ പറമ്പൊക്കെ പോയി നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യം വരും നടന്നെല്ലാം കാണും. ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് നമുക്കൊത്തിരി ഇങ്ങനെ പനയും കമുകും വാഴയും പിന്നെ ഇത് എന്നാ പൂച്ചാമ്പ, നമ്മുടെ എന്നാ പട്ടയെടുക്കുന്നത്, അതിന് പിന്നെ ഗ്രാമ്പു അല്ലല്ലോ എന്നാ പട്ടയെടുക്കുന്നത്, ഗ്രാമ്പു. ഇത് കറുവ. ഇത് നമ്മൾ പട്ടയൊക്കെ ചെത്തിയെടുക്കുന്ന കറുവ. നമ്മളൊരു പണ്ടൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ഞാൻ തന്നെ വെച്ചതാണ്. ഞാൻ വെച്ചില്ല, ഞാൻ വാങ്ങിച്ചു നഴ്സറി പണ്ട് പോയപ്പോൾ. ഇത് പൂച്ചാമ്പ, ജാതിക്ക ഉണ്ട് അല്ലേ കുഞ്ഞപ്പി? പിന്നെ ഇവിടെ നമ്മുടെ മാവ് ചെടികളെല്ലാം ഉണ്ട്. ഗ്രാമ്പൂ, ജാതി, പേര സംഭവങ്ങളെല്ലാം ഉണ്ട്. വീടിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. ഒത്തിരി വേണ്ടതും കുഴിച്ച് വെക്കാത്തതും കുഴിച്ച് വെച്ചതുമായ ഇഷ്ടംപോലെ ചീനിയുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ഈ കാന്താരി മുളക്, നമ്മുടെ വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ. ഇവിടെ നമ്മുടെ തുണി കഴുകുന്ന അമ്മയോട് തുണി കഴുകുന്നുണ്ട്. തുണി കഴുകുന്ന അമ്മ എപ്പോഴും ഒരു തുണിയായിട്ട് പോകും അല്ലേ? ഒരു നൈറ്റിങ് കൊണ്ട് പോകും കഴുകാൻ, ബാക്കിയെല്ലാം മെഷീനകത്തിടും. അമ്മയ്ക്ക് കല്ലവിടെ വെറുതെ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സുഗന്ധി, ഇത് സുഗന്ധി ചിക്കൻ കറിക്കകത്തൊക്കെ ഇടുന്നല്ലേ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് സുഗന്ധി. പേര, മാവ്, കുഞ്ഞാപ്പി ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു കരിയാപ്പുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെപ്പുണ്ട് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിപ്പോവാൻ. നമുക്കൊരു പുളിമര. അയ്യോ, പുളി ഉണ്ടല്ലോ, ഇരുമ്പ് പുളി. പുളിയച്ചാറുണ്ടാക്കിയോ? പുളിയുണ്ട്, മുകളിലൊക്കെ ഇഷ്ടം പോലെ പുളിയുണ്ട്. ഞാൻ മഞ്ഞില്ലേ കാന്താരി ചീനിയുടെ കാര്യം, ഇഷ്ടം പോലെ. ഇതൊക്കെ തന്നെ ഉണ്ടാകുന്ന കൂടുതലും. ഇങ്ങനെ ഇഷ്ടം പോലെ കാന്താരി. അവിടെ ഉണ്ടൊരു കാന്താരി ചീനി ഉണ്ട്. പ്ലാവ്, ഇവയെല്ലാം നമുക്ക് റബ്ബറാണ്. ഇതിനകത്ത് മുഴുവൻ കൈതയായിരുന്നു ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ. ഇപ്പോൾ കൈതക്കാരെല്ലാം 4 വർഷമായി നമ്മുടെ റബ്ബറിന്. അപ്പം കൈതക്കാരതെല്ലാം പറിച്ച് കളഞ്ഞു. ഇപ്പം നമുക്ക് അതിരെ കൂടിയൊക്കെ മാത്രം നമ്മൾ കുറച്ച് കൈത നമ്മുടെ ആവശ്യത്തിനായിട്ട് വെച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം പറിച്ചു കളഞ്ഞു. നമ്മുടെ റബ്ബർ വലുതായി, ഇനിയും കൈത ഉണ്ടാകത്തില്ല. കഴിഞ്ഞ സൈഡിൽ ഇവിടെ ഒരു മാവുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പണിക്കാരനെ കൊണ്ട് ഇവിടെ എല്ലാം തടമൊക്കെ എടുപ്പിച്ച് ഇതിനൊക്കെ വളയിടാൻ. ഞാൻ ചേച്ചിട്ടാണ് എന്തൊക്കെയല്ലേ. അപ്പം ഞങ്ങൾ ഈ താഴത്തെ പറമ്പ് വരെ ഇറങ്ങി വന്നു. നമ്മുടെ റബ്ബറും പറമ്പും ഒക്കെ ഒന്ന് കാണാവുന്നവർക്ക് വന്നതാണ്. നേരത്തെ ഒന്നും വരാൻ സമയം കിട്ടിയില്ല. പോകാറായപ്പോഴാണ് ഇതിനൊക്കെ സമയമാകും. ഓരോ സ്ഥലത്തൂടെ പോയി. അതൊക്കെ നമ്മുടെ കസിൻസിൻ്റെ വീടുകൾ. അതെ, കാണുന്ന വീട് അതൊക്കെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചേട്ടൻ്റെ മകൻ്റെ വീടാണ്. അതൊരു ചേട്ടൻ്റെ അനിയൻ്റെ ആയിട്ടുള്ള വീടാണത്. അതുകൊണ്ടോ നമുക്കവിടെയൊക്കെ പ്ലാവുണ്ട്. ഇവിടെ കുറേ തേക്കുണ്ട്. ഇവിടെ കുറേ വലിയ ആഞ്ഞിലിയും പ്ലാവും ഒക്കെ നമ്മൾ കുറേ വെട്ടിക്കളഞ്ഞു. വെട്ടിയെന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ കൂടെ വെട്ടി നമ്മളെല്ലാം റബ്ബർ തടിയിലൂടെ എല്ലാം വിറ്റായിരുന്നു. അതായത് ഈ പിന്നെ റബ്ബർ വെക്കുമ്പം അല്ല വലുതായിട്ട് അങ്ങനെ നിന്നാൽ പിന്നെ റബ്ബർ തൈ കയറി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറേ തടിയൊക്കെ വിറ്റായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ കുറേ ചെറുതെല്ലാം കയറി വരുന്നുണ്ട്. നമുക്ക് കുറേ തേക്കും പ്ലാവും ആഞ്ഞിലിയും എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ്. ഇവിടെ പണ്ടൊരു കയ്യാലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയെന്ന്. അവിടെ ഇങ്ങനെ ഒരു കയ്യാല പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ ഒഴുകിയൊക്കെ എല്ലാം അങ്ങ് നികന്നു. ഇവിടുത്തെ കയ്യാലൊന്നും കാണുന്ന പോലെ ഒരു പെയിൻറ്റ്. പറമ്പിനൊക്കെ ഒരു മാറ്റം വന്നതല്ലേ നമ്മൾ ഒത്തിരി നാൾ കൂടി കാണുമ്പോൾ. അവിടെയാണ് നമ്മുടെ വീട്. ഇവിടെ നോക്കുമ്പോൾ താഴെ ജിമ്മിയുടെ കൂട്ടിക്കിടപ്പുണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പറമ്പ്. അപ്പോൾ പറമ്പൊക്കെ ഒന്ന് കാണാവുന്നവർക്ക് ഞാൻ ഇറങ്ങിയതാണ്. ഒത്തിരി നാളായില്ലേ പറമ്പൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് പറമ്പൊക്കെ വന്ന് നോക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, അവിടേക്കൊക്കെ വരുമ്പോൾ പറമ്പെല്ലാം വന്ന് ചുമ്മാ അത് നോക്കും.
പറമ്പൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ്. നമുക്കതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മുടെ പറമ്പൊക്കെ നോക്കുന്നത്. ഇതാണ് നമ്മുടെ കസിൻസിൻ്റെയൊക്കെ വീട്. നമ്മുടെ താഴെ വരെ ഞങ്ങൾ ഇറങ്ങി വന്നേ. കസിൻസിൻ്റെയൊക്കെ വീടാണ്. അവിടെയുണ്ട് വീട്. അങ്ങ് കാണുന്നൊരു കണ്ടമാണ്. വഴിയുടെ അപ്പുറം കണ്ടം, അതിൻ്റെ അപ്പുറമൊക്കെ വീടുകളുണ്ട്. പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ അതിലെല്ലാം പോകുമായിരുന്നു. സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കൂട്ടുകാരുണ്ടായിരുന്നു. ഇതാണ് കൈതയൊക്കെ ഒത്തിരി അവർ കൈതക്കാർ പറിച്ച് കളഞ്ഞതിൻ്റെ ബാലൻസാണ് ഈ കിടക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ അരിയിൽ കൂടെ മാത്രമേ കൈത വെച്ചിട്ടുള്ളൂ. കാരണം അത് വെള്ളം ഒത്തിരി ഒഴുകി ചാടാതിരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെ അതിലെ കൂടെ എല്ലാം നമ്മൾ കൈത വെച്ചിട്ടുണ്ട്. നമ്മൾ അതിരുകല്ലിട്ടിട്ടുണ്ട്. നമ്മളിതിലെല്ലാം ഇങ്ങനെ കൈത വെച്ചിരിക്കുകയാണ്. ഇവിടെ കയ്യാലയുണ്ട്. കയ്യാലയുടെ മുകളിൽ കൂടെ എല്ലാം കൈത വെച്ചിരിക്കുക. ഇവിടെ കപ്പ കുഞ്ഞാപ്പി ചേർന്ന് ഇപ്പുണ്ട്. കപ്പയെല്ലാം കിളുത്തു. ഇവിടെ കുറച്ച് കാന്താരി മുളക് ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. മുകളല്ലേ മുളക് പച്ച മഞ്ഞ വെള്ളയൊക്കെ ഉണ്ട്. വെള്ളമുളക് എടുക്കുക. വെള്ളമുളക് ചുമല. പിന്നെ നമുക്കിവിടെ തുളസിയുണ്ട് ഇഷ്ടം പോലെ. തുളസി അയ്യോ അവനത് കണ്ടില്ലായിരിക്കും. അതാത് കിളച്ച് കളഞ്ഞ കുഞ്ഞിനൊക്കെ. കുഞ്ഞാപ്പി പറഞ്ഞു അവിടുത്തെ മുളക് കാണിക്കാം. എന്താ ഇവിടെ നമുക്ക് കരിയാപ്പുണ്ട്. ഇവിടെ എല്ലാം മുളകുണ്ട്, കാച്ചിലുണ്ട്, കുമ്പിൾ മരമുണ്ട്, മാവ്. അത് കണ്ടു. ഇത് കാച്ചിലില്ലേ അമ്മേ? ചേമ്പ് കണ്ടില്ല. ഇവിടെയൊക്കെ കാച്ചില് ചേമ്പല്ല. മുഞ്ഞ, വലിയ അഞ്ഞിലി, വാഴ. ഇവിടെ കുറേ പ്ലാവുകൾ. നമുക്ക് അവിടെയും കുറേ റബ്ബറുണ്ട്. അത് ഇച്ചിരി വലിയ റബ്ബർ. പിന്നെ അങ്ങോട്ട് മാറി റോഡിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് അവിടെയൊന്നും പോകാൻ എന്നെ കൊണ്ട് വയ്യ. അവിടെ റബ്ബർ തന്നെയാണ്. യെസ് കുഞ്ഞാപ്പി. കാച്ചില്. പിന്നെ ഇവിടെ ഉണ്ട് മുളക്. ഇവിടെ മാവും തൈയുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമായിരുന്നോ? ഇവിടെ നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ കോഴിയൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മുടെ തേച്ച് വഴക്കുന്ന സ്ഥലം. ഇവിടെ നേരത്തെ നമ്മുടെ പശുക്കൂടായിരുന്നു. അതെല്ലാം നമ്മളിപ്പോൾ പശുവൊന്നുമില്ല. അതൊക്കെ നമ്മൾ അടച്ചു കെട്ടി നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ വെക്കും. പിന്നെ നമ്മൾ വേറൊരു സൈഡ് ഒരു കിച്ചണാക്കി അടുപ്പ് വിറകടുപ്പിൻ്റെ അടുക്കളയാക്കിയൊക്കെ എടുത്തു. ഒക്കെ അവിടെ നമുക്കൊരു നേരത്തെ അവിടെ നമുക്ക് കുറച്ച് കോഴിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അവിടെ നമുക്കൊരു ആടുണ്ട്. ജാതിക്ക. ഇതെല്ലാം ജാതിക്കയുണ്ട്. കറുവ. ഞങ്ങളിവിടെ കുറച്ച് നമ്മുടെ കാന്താരി മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നാട്ടിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞങ്ങൾ പോകാറൊക്കെ ആയി. ഇനി നാട്ടിലെ വീഡിയോ ഒന്നും അധികം ഇല്ല. ഓൾമോസ്റ്റ് 1-2 ദിവസത്തിനകം ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും.